അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ൻ്റെ പകൽ മനസ്സിങ്ങനെ വല്ലാതെ പിടക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ മനോഹരമായ നിമിഷം. യാ റബ്ബന, ഈ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്. മനോഹരമായ റബ്ബിനെ ഒന്ന് സ്തുതിച്ചേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കരുണക്കടലായ റഹ്മാനായ റഹീമായ റബ്ബ് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ. ഈ സദസ്സിന് എന്തൊരു കുളിർമയല്ലേ, എന്തൊരു സന്തോഷമാണ് ഈ രാവിലെ, ഈ പകലിൽ എന്തൊരു സന്തോഷമാണ്. ഈ സുന്ദരമായ പ്രഭാതത്തിൽ സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിരിക്കുന്ന ഈ ഇരുത്തമുണ്ടല്ലോ, അതിനെന്തു സുഗന്ധമാണ്. എൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്, നമ്മുടെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുള്ളൊരു അനുരാഗിക്ക് മാത്രമേ സ്നേഹം തോന്നുള്ളൂ കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ ഖൽബറിഞ്ഞ് പ്രണയിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പ്രണയിച്ചതുപോലെ അതിൻ്റെ ഒന്നും അടുത്തെത്താൻ നമ്മൾ കൊണ്ട് പറ്റൂല അല്ലേ, എന്നാലും അതിലേക്കുള്ള വസീലയാണ് നമ്മുടെ മഹാരഥന്മാരൊക്കെ. ഹബീബായ തങ്ങളെ പ്രണയിക്കണം, അവരെപ്പോലെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സ്വലാത്തുകൾ ചൊല്ലണം, മദ്ഹുകൾ ചൊല്ലണം, അവിടത്തെക്കുറിച്ചുള്ള ബദാനങ്ങൾ പാടിപ്പറയണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഈ റബീഉൽ അവ്വലിൽ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞപ്പോൾ 1 കോടി എന്ന് മനസ്സിൽ തോന്നിയിട്ടങ്ങ് പറഞ്ഞതാണ്. എല്ലാവരും കൂടെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. 1.5 കോടിയിൽ പരം കണക്ക് തരാത്തതും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കോടിക്ക് മേലെ ഉണ്ടാവും. ചില കണക്കുകളൊന്നും വായിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വായിച്ചിടത്തോളം 1.5 കോടിയുടെ മേലെയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഈ പ്രഭാതവേളയിൽ കോടാനുകൂടി സ്വലാത്തുകൾ നമുക്കിങ്ങനെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ നമ്മളെ നോക്കില്ലേ, ഹബീബിൻ്റെ ഖൽബിൽ നമുക്കൊരു സ്ഥാനം കിട്ടില്ലേ. അതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെന്തുള്ളത് ഇല്ലേ, അതല്ലാതെ നമുക്കെന്താ പ്രതീക്ഷയുള്ളത്? അഷ്റഫുൽ ഖൽക്കിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൽബിലൊരു സ്ഥാനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, സ്വഹാബത്ത് രക്ഷപ്പെട്ടില്ലേ, താബിഈങ്ങൾ രക്ഷപ്പെട്ടില്ലേ, തബഉ താബിഈങ്ങൾ, ഇമാമിങ്ങളൊക്കെ രക്ഷപ്പെട്ടത് മഹബ്ബത്തുർ റസൂൽ കൊണ്ടാണ്. നമുക്കും പ്രണയിക്കണം ഹബീബിനെ സ്നേഹിക്കണം. കൽബറിഞ്ഞ് അവിടുത്തെ മദ്ഹ് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് കോടിക്കണക്കിന് സ്വലാത്തുകൾ മുത്തുനബിയിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യണം. വിജയത്തെക്കുറിച്ച്, ആരാണ് വിജയി എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദുആ വസിയ്യത്തുകളൊക്കെ വായിച്ചിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കണം. ഏതായാലും കുറച്ച് നേരം, ഒരു മാക്സിമം എല്ലാം കൂടെ നമുക്കൊരു 1 മണിക്കൂറിൻ്റെ അകത്ത് തീർക്കണം. മുത്തുനബി തങ്ങളുടെ മൗലിദ് നമുക്ക് കുറച്ച് ചൊല്ലണം, അവിടുത്തെ സ്വലാത്ത് ചൊല്ലണം, കുറച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായ ദിക്റുകൾ ചൊല്ലണം. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നീക്കി തരട്ടെ. നഷ്ടപ്പെടുത്തി കളയല്ലേ, മുഴുവനായി പങ്കെടുക്കണേ. ഇന്നത്തെ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ഇതുപോലൊന്ന് ഇനി അടുത്ത വർഷം കിട്ടുമെന്ന് നമുക്കറിയില്ല. അത്രമേൽ ശ്രേഷ്ഠതയുള്ളൊരു ദിവസം, മുത്തുനബിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ലോകത്ത് അതിനോളം മഹത്തരമായ മറ്റേത് ദിവസമുള്ളത്? അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബിനെ അനുധാവനം ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട നന്മകൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മൗലിദ് ഷരീഫിലേക്ക് നമുക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل وسلم عليه وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام
حين ألقي في النار فعاد وصار لهبها مخمدا. ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا، ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. اللهم صل عليه. قال الله عز وجل: لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال: كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب2000 عام، يسبح الله ذلك النور وتسبح الملائكة بتسبيحه. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته، فأهبطني الله في صلب آدم عليه السلام إلى الأرض، وجعلني في السفينة في صلب نوح عليه السلام، وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار، ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة، حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صلي وسلم. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. أنت منجينا غدا من شفاعتك صفا، من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. ارتكبت على الخطا غير حصر وعدد، لك أشكو فيه يا سيدي خير النبي. الصلاة على نبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. لا إله إلا الله لا إله إلا
illallah, la ilaha illallah, Muhammadur Rasulullah. الشفاعة هب لنا في القيامة مشفقا، واهلنا الله يا سيدي خير النبي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. الصلاة على النبي كل وقت دائما، لاح نجم في السماء سيدي خير النبي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ഒരുമിച്ച് ചൊല്ലാം. ഒരുമിച്ച് നമുക്ക് ചൊല്ലിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവോട് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ശറഫൽ അനാമ ബിസാഹിബിൽ മഖാമിൽ അഅലാ وكمل الصعود بأكرم مولود حوى شرفا وفضلا، وشرف به الآباء والجدود وملأ الوجود بجوده عدلا. حملته أمه آمنة رضي الله عنها فلم تجد لحمله ألما ولا ثقلا، ووضعته صلى الله عليه وسلم مختورا مكحولا في خلع الوقار والمهابة يجلا. وولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى، بنور كالشمس بل هو أضوأ وأجلى، وثغر فاق ذرا ولؤلؤا بل هو أعلى وأغلى. وأسري به ليلة الإسراء وتملى، وجعل دينه على الدوام مستعليا لا مستعلا، وذكره على ممر الأيام يقرر ويتلى. أشرقت لمولده الحنادس شرقا، أشرقت لمولده الخنادس شرقا وغربا وضعرا وسهلا، وخرت لمولده الأصنام من أعلى المجالس خضوعا وذلا، وارتج إيوان كسرى وهو جالس فعدم القوم نطقا وعقلا، وخمدت نار فارس وتبدد ملكهم جمعا وشملا، وزخرفت الجنان ليلة مولده واطلع الحق وتجلى، ونادت الكائنات من جميع الجهات أهلا وسهلا ثم أهلا وسهلا. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد يا ربي صلي وسلم. നമുക്കൊരുമിച്ച് ബൈത്തുകൾ ചൊല്ലണം. സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് മുത്ത് ഹബീബിന്റെ മദ്ഹ് ചൊല്ലാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. بشهر ربيع قد بدا نوره الأعلى، فيا حبذا بدر بذاك الحيما يجلى. الله 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 عليه توكلوا، أنارت به الأكوان شرقا ومغربا، وأهل السماء قالوا له مرحبا أهلا. الله 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 الله
الحسن يستجلى الله 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 عليه توكلوا ولما رآه البدر حار لحزنه وشاهد منه بهجة تسلب العقلا الله 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 عليه توكلوا وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى الله 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 عليه توكلوا آيا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى صلاة وتسليم على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به شملا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية عليه صلاة الله محبة الصبا وما صار حاد نياقيل المعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية صلوا على الحبيب اللهم صل وسلم وبارك عليه അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തൊരു സന്തോഷമല്ലേ ഈ പ്രഭാതവേളയിൽ 12-ന്റെ അന്ന് രാവിലെ മുത്തുനബിയുടെ പേരിൽ ഇങ്ങനെ മൗലിദ് ചൊല്ലാൻ. ഹബീബായ തങ്ങളത് കാണുമെന്ന് ഈമാനുള്ളവർക്ക് വിശ്വാസമല്ലേ? ഈമാനുള്ള മുഅ്മിനാണ്, അവൻ ഉറപ്പാണ് മുത്തുനബി തങ്ങളത് കാണും. അപ്പോൾ ഇന്നത്തെ ദിവസം ഹബീബായ തങ്ങളുടെ പേരിൽ മൗലിദുകൾ, സ്വലാത്തുകൾ ഇതൊക്കെ ചൊല്ലുക, ധാരാളം ചൊല്ലുക. ഇതര ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ചൊല്ലുക. സ്വലാത്തുകളൊക്കെ വർദ്ധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുക. ആ റാലിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മിഠായിയെങ്കിലും കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക, സഹായിക്കുക. നമ്മുടെ ഈ കാണുന്ന റസ വ്ളോഗ്സിൻ്റെ നമ്പറിലേക്ക് പല ആളുകളും ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെയൊക്കെ മുറാദുകളെ ഹാസുലാക്കട്ടെ, സങ്കടങ്ങളൊക്കെ അല്ലാഹു അകറ്റട്ടെ. ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ രാവിലൊക്കെ ഹദിയ ചെയ്തൊരു ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്. അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തത് മുത്തുനബി തങ്ങളുടെ ദിവസത്തിലാണ്, മുത്തുനബി തങ്ങളുടെ പേരിലാണ്. അല്ലാഹു അവരെ കൈവിടുമോ? അല്ലാഹു നമ്മളെ കൈവിടൂലല്ലോ. അല്ലാഹു ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചതിൻ്റെ വർക്കത്തുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുമെന്നാണ്. ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. ഒരു മനുഷ്യനിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോഴേ, അതായത് അവൻ പൈസ ഒന്നും ചിലവാക്കൂല, അവൻ ഭയങ്കര പിശുക്കനാ, പെട്ടെന്ന് മരിച്ചു പോകാൻ പോവാ. അസ്രായേലിനെ ഇങ്ങനെ കാണുമ്പോൾ അവൻ പറയും, പടച്ചോനെ എനിക്കൊരു നിമിഷം സമയം തരൂ, ഫഅസ്സദ്ദഖ, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്തോളാം അല്ലാഹ്.
മൊത്തം ദാനം, വേറൊന്ന് നിസ്കരിച്ചോളാം എന്നല്ലേ പറയണേ. അതായത് ഇത്രയും നാൾ ഞാനുണ്ടാക്കിയ പൈസ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്ന് അഹങ്കരിച്ചിരുന്നൊരു ബോധം ഉണ്ടായല്ലോ, അതിനങ്ങോട്ട് ഒടിച്ചു കളയണവൻ. മരിക്കണതിന് മുമ്പ് പറയണ വാക്കെന്താ? പടച്ചോനെ, ഞാൻ മുഴുവൻ സ്വത്തും ദാനം ചെയ്തോളാം. അപ്പം എന്ത് പറ്റും? അല്ല പറയും, സമയം കഴിഞ്ഞു പോയി മോനെ, സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുഴുവനൊന്നും നമ്മൾ ദാനം ചെയ്യേണ്ട. നമ്മളെ കൊണ്ട് കഴിയണത് പോലെയൊക്കെ ദീനിന് വേണ്ടി, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ വേണ്ടി സഹായങ്ങൾ ചെയ്യും. ഇൻഷാ അല്ലാ നമ്മുടെ ഈ റസ വ്ലോഗ്സിലേക്ക് ഇന്നത്തെ ദിവസം ഹദിയ ചെയ്യുന്ന ധാരാളം ആളുകൾ, ഹദിയ ചെയ്തവർ, അവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റെടുക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാ കുറച്ച് സ്വലാത്തുകൾ ചൊല്ലണം. അതിമനോഹരമായ സ്വലാത്തുകൾ, സ്വലാത്തുൽ കുബറ ചൊല്ലണം, യാ അക്രമ ബൈത്ത് ചൊല്ലണം, അവസാനം അഷ്റഫുൽ ഖൽക്കിനെ വരവേറ്റുകൊണ്ട് അഷ്റഖ ബൈത്ത് അങ്ങ് ചൊല്ലണം. എന്നിട്ട് നമുക്ക് ദ്വാരക്കണ്ടേ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വലാത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം സ്വലാത്തില്ല എന്ന് പറഞ്ഞത് ശരിയറിയണോ? മനസ്സറിഞ്ഞ് ചൊല്ലുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സ്വലാത്തുൽ കുബ്ര, നാം ചൊല്ലാൻ പോകുന്ന സ്വലാത്തുൽ കുബ്ര അതിവിശിഷ്ടമായ സ്വലാത്താണ്. നമ്മുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ജോലിയില്ലായ്മ, പ്രതിസന്ധികൾ, എന്ത് പ്രയാസമുണ്ടോ അതൊക്കെ നീക്കിത്തരുന്ന സ്വലാത്താണ് സ്വലാത്തുൽ കുബ്ര. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. ഒരുമിച്ച് നമുക്കൊന്ന് ചൊല്ലിയിട്ട് വരാം. ألف ألف صلاة وألف ألف سلام عليك يا سيد المرسلين. ألف ألف صلاة وألف ألف سلام عليك يا سيد النبيين. ألف ألف صلاة وألف ألف سلام عليك يا سيد الصديقين. ألف ألف صلاة وألف ألف سلام عليك يا سيد الراكعين. ألف ألف صلاة وألف ألف سلام عليك يا سيد القاعدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الساجدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الذاكرين. ألف ألف صلاة وألف ألف سلام عليك يا سيد المكبرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الطاهرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الظاهرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين. ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا نبي الله. ألف ألف صلاة وألف ألف سلام عليك يا حبيب الله. ألف ألف صلاة وألف ألف سلام عليك يا من كرمه الله. ألف ألف صلاة وألف ألف سلام عليك يا من علمه الله. ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله. ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله. ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله. ألف ألف صلاة وألف ألف سلام عليك يا من صوره الله. ألف ألف صلاة وألف ألف سلام عليك يا عبد الله. ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله. ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله. ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء. ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء. ألف ألف صلاة وألف ألف سلام عليك يا مصطفى. ألف ألف صلاة وألف ألف سلام عليك يا معلى.
ألف ألف صلاة وألف ألف سلام عليك يا مجتبى ألف ألف صلاة وألف ألف سلام عليك يا مزكى ألف ألف صلاة وألف ألف سلام عليك يا مدني ألف ألف صلاة وألف ألف سلام عليك يا حرمي ألف ألف صلاة وألف ألف سلام عليك يا عربي ألف ألف صلاة وألف ألف سلام عليك يا قرشي ألف ألف صلاة وألف ألف سلام عليك يا هاشمي ألف ألف صلاة وألف ألف سلام عليك يا أبطهي ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا محمد ألف ألف صلاة وألف ألف سلام عليك يا طه ألف ألف صلاة وألف ألف سلام عليك يا ياسين ألف ألف صلاة وألف ألف سلام عليك يا مدثر ألف ألف سلام ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله يا سيدي يا رسول الله إلى يوم الدين برحمتك يا أرحم الراحمين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ മുത്തുനബി തങ്ങളെ കനവിലൊന്ന് കാണണ്ടേ ഹബീബിനെ. ആ ഹബീബിനെ കാണാൻ പറ്റിയ കണ്ണുകളാണോ നമ്മുടേത്? അല്ലല്ലോ. എന്നാലും അവിടുന്ന് കാരുണ്യത്തിൻ്റെ നേതാവാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവിടുന്ന് നമ്മുടെ കനവിൽ വരും സ്നേഹിച്ചുകൊണ്ട്. മനോഹരമായി അവിടുത്തെ സ്വലാത്ത് ഇല്ലയാൽ നമുക്ക് സ്വലാത്തു താജൊന്ന് ചൊല്ലണം, താജു സ്വലാത്തൊന്ന് ചൊല്ലണം. അതിനു മുൻപ് യാ അക്രമ ബൈത്തൊന്ന് ചൊല്ലാം. എന്നിട്ട് ഇൻഷാ അല്ലാ അതിനുശേഷം ഉടൻ തന്നെ താജു സ്വലാത്തും ചൊല്ലാം ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. യാ അക്രമ ബൈത്ത് എപ്പോഴും ഞാൻ പറയണത് പോലെ അത് വല്ലാത്ത മഹത്വം നിറഞ്ഞ ബൈറ്റാണ്. നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി നിർത്തുന്ന ബൈറ്റാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم
لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صابا وأطرب العساح بالعيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم
الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل السيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യാ റബ്ബന. നമ്മൾ താജു സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്, അൽഹംദുലില്ലാ യാ അക്രമ വൈത്ത് ഒന്ന് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ യാ റബ്ബന, നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ.
ഇനി മുത്തുനബിതങ്ങളെ ഒന്ന് വരവേൽക്കണം അല്ലേ. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈന മദഅ ലില്ലാഹി ദാ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാനം നമുക്ക് അശ്റഖ ബൈത്ത് മുത്തുനബിതങ്ങളെ സ്വഹാബത്ത് ബൈത്ത് ചൊല്ലി സ്വീകരിച്ച വരികളാണിത്. നമുക്കും സ്വീകരിക്കണം മുത്തുനബിതങ്ങളെ അശ്റഖ ചൊല്ലിയിട്ട് അല്ലേ. അതിൻ്റെ അവസാനം സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് കൂടെ നമുക്ക് അങ്ങ് ഹദിയ ചെയ്ത് നമ്മൾ ചൊല്ലിയ 1.5 കോടിയിൽ പരം അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്വലാത്തുകൾ മുത്തുനബിയിലേക്ക് കൊടുക്കണം, സമ്മാനമായി കൊടുക്കണം ഹബീബിന്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അശ്റഖ ബൈത്ത് നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലാം. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قدت يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم من رأى وجهك يسعد يا كريم الوالدين حوضك صفي المبرد وردنا يوم نشوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ما رأينا العيسى حنان بالسورة إلا إليك والغمام قد أضلت يا رسول الله والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وأتاك العود
يبكي وتذلل بين يديك واستجارت يا حبيبي يا رسول الله عندك ضبيء النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم حينما شدوا المحامل وتنادوا لي الرحيل جئتهم والدمع سائل يا رسول الله قلت قيف لي يا دليل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وتحمل لي رسائل أيها الشوق الجزيل الله نحوها تلك المنازل في العشايا والبكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله كل من في الكون هاموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله في معانيك الأنام قد بدت حائرينا الله أنت للرسل ختام أنت للمولى شكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي
في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فالك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أزكى منك أصلا قدت يا جد الحسين فعليك الله صلى دائما طول الدهور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفيرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله عليه وسلم أنت ستار المصابي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات صلى الله على محمد صلى الله عليه وسلم തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين അള്ളാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഒരു മെസ്സേജ് ഒരു സഹോദരി അയച്ചിട്ടുണ്ട്. ഉസ്താദേ, പരസ്യമായിട്ട് അവരുടെ പ്രയാസങ്ങൾ വായിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. റബ്ബിനെ മാരകമായ രോഗങ്ങൾക്ക് അടിമകളായ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ നീക്കട്ടെ. ഒരു ഹദിയ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലേക്ക് ചെയ്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകളാണ് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഹദിയകൾ ചെയ്യുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.
നമ്മുടെ പ്രയാസങ്ങളെല്ലാം ആ ഹദിയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യങ്ങളും നൽകി പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ 1.5 കോടിയിൽ പരം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് ആരാണ്? അവരെ നമ്മളിപ്പോൾ പ്രഖ്യാപിക്കില്ല. അവരെ നമ്മൾ പ്രഖ്യാപിക്കുക 30-ാം രാവിൻ്റെ അന്ന് വൈകുന്നേരമുള്ള മജ്ലിസിനാണ് ഇൻഷാ അല്ലാഹ്. 7:15 മജ്ലിസ് എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. 30ൻ്റെ രാവ് വരെ എല്ലാ ദിവസവും ഉണ്ടാവും. വേണമെന്നുള്ളവർ പറയണം കേട്ടോ. വേണ്ടാന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കത് മാറ്റി വെക്കാം. സ്വബാഹുൽ ഖൈർ ഇന്നില്ല, ഇന്നിപ്പോൾ ഇതാണ് നമ്മുടെ സ്വബാഹുൽ ഖൈർ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നമ്മുടെ സ്വബാഹുൽ ഖൈർ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഇൻഷാ അല്ലാഹ് പല ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതിൽ പങ്കെടുക്കട്ടെ. മുത്തുനബി തങ്ങളുടെ ദിവസമല്ലേ. ഒരു തവണയും 2 തവണയും 3 തവണയൊക്കെ നമ്മുടെ മൗലിദ് നമ്മുടെ ഒപ്പം ഒന്ന് ചൊല്ലാം കേട്ടോ. കണ്ടു കഴിഞ്ഞാലും വീണ്ടും ഒന്ന് പങ്കെടുക്കുക. അതൊക്കെ വലിയൊരു തൗഫീഖ് തന്നെയാണ്. അഷ്റഫുൽ ഹൽക്കിൻ്റെ മജ്ലിസ് അല്ലേ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഗോൾഡ് കോയിൻ ആർക്കാണ് ഗോൾഡ് കോയിൻ? ഇൻഷാ അല്ലാഹ് അത് 30-ാം രാവിൻ്റെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആയിരക്കണക്കിന് ഏതാണ്ട് 5000-ൽ പരം ദുആ വസിയ്യത്തുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. 5000 അല്ല, ഞാൻ കണക്കൂട്ടിയിൽ 5000, ഇനിയിപ്പോൾ അതിലേറെ ഉണ്ട്. എന്തായാലും ആയിരക്കണക്കിന് ദുആ വസിയ്യത്തുകൾ വന്നിട്ടുണ്ട്. കണ്ണിൽ പെട്ടത് മാത്രമാണ് 5000 പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒരു ചായ്വുണ്ട്. ചിലർ ഭർത്താവിൻ്റെ രോഗം, ചിലർ മക്കളുടെ രോഗം. അപ്പം നമുക്ക് രോഗം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ആരുടെയെങ്കിലും അല്ലാഹു തആല അതൊക്കെ ശിഫയാക്കുന്നവനാണ്. വളരെ ചുരുക്കി കുറച്ച് മാത്രം വായിക്കാം. ഏതായാലും ഞാനെല്ലാം വായിച്ചില്ലെങ്കിലും ആരറിയുന്നവനാണ്? അല്ലാഹു ഒക്കെ അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ. അല്ലാഹു ഒക്കെ റാഹത്താക്കട്ടെ. ഒരു സഹോദരി മക്കൾ സ്വാലിഹീങ്ങളാകാൻ, സർജറി കഴിഞ്ഞ മകൻ്റെ അസുഖം ശിഫയാകാൻ, ഒരുപാട് മക്കൾ അസുഖബാധിതരാന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. വീടില്ലാത്തവർ അല്ലാഹു ഹൈറായ ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഒക്കെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. പീരീഡ്സ് കറക്റ്റാകാൻ അല്ലാഹു ബറക്കത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം അല്ലാഹു നോർമലാക്കി കൊടുക്കട്ടെ. അതുപോലെ മദീനയിൽ ചെന്നണയാൻ യാ അല്ലാഹ് ഇതൊരു കൊതിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത മഹബത്ത് നമ്മുടെ കൽബിലുണ്ട്. പടച്ചോനത് അത് യഥാർത്ഥ മഹബത്താക്കി തരട്ടെ. അഷ്റഫുൽ ഹൽക്കിൻ്റെ മദീനയിൽ ചെന്നണയാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്. അതുപോലെ കടം വീടാൻ അല്ലാഹു കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. ലോൺ അടക്കാൻ കഴിയാതെ പ്രയാസത്തിലാണ്, ലോണിലേക്ക് പോകരുത്, പെട്ടുപോയവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അടയ്ക്കാനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞവർ. അല്ലാഹുവേ ഹബീബിനെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കാൻ അല്ലാഹു എളുപ്പാക്കട്ടെ. മാതാപിതാക്കളിൽ പലരും അസുഖബാധിതരാണ്, ഉമ്മക്ക് ഉപ്പക്കൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. അതുപോലെ തന്നെ മക്കളും ഭർത്താവും ഒക്കെ നിസ്കരിക്കുന്നവരാകാൻ അല്ലാഹു മക്കളെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ നിസ്കരിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉംറക്ക് പോകാൻ കൊതിക്കുന്നവർ, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ഭർത്താവിന് നല്ല ജോലി ലഭിക്കാൻ ഹൈറായ തൊഴിൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നാകാൻ അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഭർത്താവിൻ്റെ ലിവർ മാറ്റിവെക്കൽ സർജറി കഴിഞ്ഞ് വിശ്രമിക്കാൻ അല്ലാഹു പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾ അനുസരണയുള്ളവരാകാൻ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. വിദേശത്ത് പോയി ഭർത്താവ് മക്കളൊക്കെ വിദേശത്ത് പോയിട്ട് ജോലിയില്ല എന്ന് പറഞ്ഞവർ ഹൈറായ തൊഴിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രവാസികളുണ്ട്, അല്ലാഹു ഹൈറും ബറക്കത്ത് നൽകട്ടെ. വീട് പണി പൂർത്തിയാകാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പത്തിൽ പൂർത്തീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കട്ടെ. അവിഹിത ബന്ധത്തിൽ പെട്ടുപോയ ഇണയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരെയും ഹലാലായ രീതിയിൽ നിലനിർത്തുമാറാകട്ടെ. ഹറാമിലേക്ക് പോകാത്തൊരു മനസ്സ് നമുക്ക് വേണം കേട്ടോ. അവിഹിത ബന്ധങ്ങളിൽ നമുക്കൊരു രസമൊക്കെ ഉണ്ടാവും, പക്ഷേ വലിയ അപകടം നമ്മളെ കാത്തിരിപ്പുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ നാണം കിട്ടും. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹു അവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആങ്ങളയുടെ മകനെ കാണാതായിട്ട് 2 വർഷമായി എന്നാണ് അല്ലാഹ് പടച്ചവൻ എല്ലാം അറിയുന്ന തമ്പുരാൻ ആ കുട്ടിയെ കണ്ടെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മക്കൾ അവരുടെ പഠനത്തിൽ, അതുപോലെ തന്നെ എക്സാമിൽ, അതുപോലെ ഓർമ്മയിലൊക്കെ ബറക്കത്തുണ്ടാകാൻ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ബ്രസ്റ്റ് ക്യാൻസറാണ് ഉസ്താദ് യാ റബ്ബന. ഒരുപാട് ക്യാൻസർ ബാധിച്ച സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഗർഭിണിയാണ്, അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. ഒരുപാട് ഗർഭിണികൾ കോൺസിക്വൻസസ് പലതും പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ലൈസൻസിന് വേണ്ടി, ഭർത്താവിൻ്റെ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കണം, അല്ലാഹു നല്ല എളുപ്പമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ വീടും സ്ഥലവും വിൽക്കാനിട്ടിരിക്കുന്നവർ അല്ലാഹു എളുപ്പാക്കട്ടെ. അതുപോലെ മരുമകൾക്ക് സ്നേഹമില്ല എന്നൊരു അമ്മായിയമ്മ സങ്കടം പറയാം. സാധാരണ തിരിച്ചാൽ ഞങ്ങൾ കേൾക്കാറല്ലേ. മക്കളെ നിങ്ങൾ ഉമ്മായും മോളും ആയെന്ന് ജീവിക്കണം കേട്ടോ. മരുമോളും അമ്മായിയമ്മയാകല്ലേ. അങ്ങനെ ആയാൽ നിങ്ങളുടെ കെട്ടിയോൻ വല്ലാതെ പ്രയാസപ്പെടും.
കെട്ടിയവൻ പ്രയാസപ്പെട്ടാൽ അതിലൂടെ നിങ്ങളും പ്രയാസപ്പെടും. ജീവിതത്തിൽ ഒരു രസം ഉണ്ടാവില്ല. പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർണം മോഷണം പോയത് അള്ളാഹു തിരിച്ചു ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കട്ടെ. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ. സിഹറുകൾ കണ്ണേറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ റാഹത്ത് ലഭിക്കാൻ അള്ളാഹു എളുപ്പാക്കട്ടെ. പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം നൽകട്ടെ. അതുപോലെ ഹറാമായ ബന്ധങ്ങളിൽ പെട്ടുപോയി, മകള് ഹറാമായ ഒരു അഫെയറിൽ പെട്ടുപോയി എന്നാണ് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന അള്ളാഹു ശിഫ നൽകട്ടെ. 3 മാസം പ്രായമുള്ള കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, അള്ളാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ഇക്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ട്. ഇന്നലെ ഞാൻ വായിച്ചൊരു സ്വലാത്ത് ഉസ്താദ് ഏതാണ്ട് 3000 സ്വലാത്തും കണ്ട സഹോദരി ചൊല്ലിയത്. എൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ല. ഉസ്താദിൻ്റെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. ആ പ്രോഗ്രാമിലൂടെ ഞാൻ ഒരുപാട് ദീന് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി, വല്ലാത്ത സന്തോഷവും സങ്കടമൊക്കെ തോന്നി. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരിക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ സന്തോഷവും ആസ്വദിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കി എല്ലാ വസിയത്തുകളും പടച്ചവൻ അറിയാമല്ലോ. അല്ലാഹു കൈവിടുന്നവനല്ല, അല്ലാഹു നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ്. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ആമീൻ പറയാം. ചെറിയൊരു ദുആ മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാഹ്. ഖായിബാക്കല്ലേ അല്ലാഹ്, തഴയല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ 12ന്റെ പകലിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പകലിൽ നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ മൗലിദുകൾ, ചൊല്ലിയ ഖുർആൻ, ചൊല്ലിയ ദിക്റുകൾ, ഓതിയ ഖുർആൻ ആയത്തുകൾ, അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ കോടാനുകോടി സ്വലാത്തുകൾ, 1.5 കോടിയിൽ പരം സ്വലാത്തുകൾ അല്ലാഹ് അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിന്റെ മിസ്ല് സവാബ് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ ഖൽബിൽ ഒരു സ്ഥാനം നൽകണേ അല്ലാഹ്. ഹബീബിനോട് അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ലാഹ്. ഹറാമുകളുടെ കൂമ്പാരമായ ഖൽബാണ് അല്ലാഹ്. ഹബീബിന് സ്ഥാനം നൽകണേ അല്ലാഹ്. നിന്റെ നൂറായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ. ഒരുപാട് വേദനകൾ മനസ്സിലുണ്ട്. എല്ലാ മുറാദുകളും അറിയുന്ന നാഥാ, മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വബാഹുൽ ഖൈറിലും മറ്റു മജ്ലിസുകളിലും മറ്റ് വീഡിയോസും കൃത്യമായി കണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്ന പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് പ്രത്യേകിച്ച് പുണ്യ റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനത്തിൽ ഈ സദസ്സിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ളവരിലേക്ക് ഹദിയ ചെയ്യാൻ വേണ്ടി അത് ഏൽപ്പിച്ചവരുണ്ട്. യാ റബ്ബനാ, പ്രയാസങ്ങളെല്ലാം നീക്കണേ അല്ലാഹ്. ഹദിയ ചെയ്തത് പ്രയാസം അനുഭവിക്കുന്നവർക്കാണ്. അതിലൂടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്, നീ അകറ്റണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ്. നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. നീ പൊറുത്തില്ലെങ്കിൽ പടച്ചവനെ നിന്റെ നരകത്തിലെ വിറക് കൊള്ളികളാണ് അല്ലാഹ്. നീ പൊറുത്തു നൽകണേ അല്ലാഹ്. നീ റഹ്മാനാണല്ലോ അല്ലാഹ്, നീ റഹീമാണല്ലോ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്, കൈവെടിയല്ലേ അല്ലാഹ്. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന റൗളയിൽ ചെന്ന് സലാം പറയാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അവിടുത്തെ കനവിൽ കാണാൻ, നിലവിൽ കാണാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് കൊതിക്കുന്നുണ്ട് അല്ലാഹ്. ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ആരംഭപ്പൂവിനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നീ
ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, ബ്ലോക്ക് നൽകല്ലേ അല്ലാ. പടച്ചവനെ കിഡ്നി തകരാറിലാകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. എന്തു പ്രയാസമുണ്ടോ അതെല്ലാം ശിഫയാക്കണേ അല്ലാ. കീറി മുറിക്കേണ്ട രോഗങ്ങളെ തരല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. തളർന്ന് കിടന്നു പോകുന്ന രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ ഞങ്ങളെ കരുത്തില്ല അല്ലാ, ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാ. ഈമാനിൽ ദുർബലരാണല്ലാ, ഈമാനിന് ബലം തരണേ അല്ലാ, ഈമാനിന് ബലം തരണേ അല്ലാ. പടച്ചവനെ കൽബിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, മാറാവ്യാധികളുണ്ട്, നീ അതെല്ലാം ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ആജിലും കാമിലുമായ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാ. പടച്ചവനെ സ്നേഹം നൽകണേ അല്ലാ. ഭർത്താക്കന്മാരെ, മക്കളെ, ഭാര്യമാരെ എല്ലാവരെയും നന്നാക്കണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള സന്താനങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. മാതാപിതാക്കളോട് അതവുള്ള സന്താനങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയാൽ ഞങ്ങളുടെ കബറിന്റെ ചോട്ടിൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സന്താനങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നു മക്കളാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബനാ, നീ നൽകിയാൽ ആർക്കാണല്ലാ തടയാൻ കഴിയുക? സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഗർഭിണികളുണ്ട് യാ റബ്ബനാ, ഡേറ്റ് ഫിക്സ് ചെയ്തവർ പോലുമുണ്ട്. എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വിവാഹം നടക്കുന്നില്ല, വന്ന് കാണുന്ന ആളുകളെല്ലാം മറുപടി ഇല്ലാതെ പോവുകയാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവർ, ഹൈറായ ഹലാലായ ഇണകളെ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. 3 മാസം പ്രായമുള്ള കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, ശ്വാസം കിട്ടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, ഇണകൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ തുടങ്ങി പല ആളുകളുമുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ. അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോയവരുണ്ട്, നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ. നിനക്ക് തഖ്വയുള്ള, നിന്നോട് തഖ്വയുള്ളവരാക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെല്ലാം നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ പണം നഷ്ടപ്പെട്ടു പോയവർ, പേഴ്സ് നഷ്ടപ്പെട്ടു പോയവർ, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ടെല്ലാം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ തിരിച്ചെത്തിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, വീടും സ്ഥലം വിറ്റുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നീ നല്ല ആളുകളെ കൽബങ്ങോട് തിരിച്ചു കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വേദനിക്കുന്നവർക്ക് എളുപ്പമാക്കണേ അല്ലാ. സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് പണം എളുപ്പമാക്കണേ അല്ലാ. നല്ല ഹൈറായ വീട്ടിൽ കിടന്നുറങ്ങാൻ, സ്വന്തമായൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ കൊതിക്കുന്നവരുണ്ട്. അതിനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാ. പടച്ചവനെ, വീട് പണി പകുതിക്ക് നിന്നുപോയവരുണ്ട്, എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ശ്വാസം മുട്ടുകൊണ്ട്, വെരിക്കോസ് കൊണ്ട്, അതുപോലെ ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എന്ത് രോഗമാണെങ്കിലും നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാവർക്കും ശിഫാ നൽകണേ തമ്പുരാനെ. സിഹർ കൊണ്ട്, കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സിഹർ ബാധിച്ച്, കണ്ണേറ് ബാധിച്ച് ജീവിതം പകുതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയവർ, യാ റബ്ബനാ, സിഹറുകൾ, ഐനുകൾ ബാത്തുലാക്കണേ അല്ലാ, നീ ബാത്തുലാക്കണേ അല്ലാ. സമാധാനവും സന്തോഷവും നിറഞ്ഞ അവസ്ഥ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇണകളുടെ സ്വഭാവം നന്നാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പടച്ചവനെ, എല്ലാവരുടെയും സ്വഭാവം നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണേ അല്ലാ. മക്കളുടെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹൈറായ ഹലാലായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിദേശ രാജ്യത്തേക്ക് പോയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ.
ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തവർ, വിസക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ഇഖാമക്ക് വേണ്ടി, അങ്ങനെ തുടങ്ങി എല്ലാത്തിനും അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നീ എളുപ്പമാക്കി ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ, ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, കടക്കണിയിൽ പെടുത്തി അത്തരം അവസ്ഥകളിൽ നിന്ന് കാവലേകണേ അല്ലാ. കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, നീ കാവലേകണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ തമ്പുരാനേ. നിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കണ്ട്, ഹബീബായ തങ്ങളെ കണ്ട് അവിടുത്തെ പുഞ്ചിരിക്കുന്ന പൂവദനം കണ്ടുവിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും പടച്ചവനെ കബറിലാണല്ലാ. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഖബറിൽ അദാബിലാക്കല്ലേ അല്ലാ. അഷ്റഫുൽ ഖൽക്കിന്റെ തിരുനോട്ടം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ പല ആളുകളുടെയും ഉമ്മയും ഉപ്പയും ഖബറിലാണല്ലാ. അദാബിലാക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട് അല്ലാ. നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കർമ്മങ്ങളില്ല അല്ലാ. ഈ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അപകടങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. പടച്ചവനെ, കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. പടച്ചവനെ, കാവലേകണേ അല്ലാ. ഈ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട്, ഇന്നത്തെ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്ത ഹദിയകളുടെ ബറക്കത്ത് കൊണ്ട്, ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വീടകം മലക്കുകളുടെ കേന്ദ്രമാക്കണേ അല്ലാ. റഹ്മത്തിന്റെ മാലാകമാരുടെ കേന്ദ്രമാക്കണേ അല്ലാ. പടച്ചവനെ, നാളെ ഞങ്ങൾ മരിച്ച് കബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഭീകരരൂപികളായി മുൻകറും വനക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ചോദ്യശരങ്ങളുമായി വരുമ്പോൾ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ ഞങ്ങളുടെ ഉമ്മക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല, ഞങ്ങളുടെ ഭാര്യക്കോ സന്താനങ്ങൾക്കോ ഇണകൾക്കോ ആർക്കും ഞങ്ങളെ വേണ്ടാത്തൊരു സമയം, മറ്റ് നബിമാര് പോലും ഞങ്ങളെ തള്ളിക്കളയുന്ന സമയം, ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവ്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അവിടുത്തെ കരം കൊണ്ട്, തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, നാളെ സ്വർഗത്തിലൊന്നെത്തിക്കിട്ടിയാൽ വല്ലാത്തൊരു കൊതിയുണ്ടത്. ഞങ്ങളെ പടച്ച നാഥനായ നിന്നെയൊന്ന് കാണാനാണ് അല്ലാ. നിന്നെയൊന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നിന്ന് ഞങ്ങളെ വിദൂരത്താക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് മുഴുവൻ കബൂൽ ചെയ്യണേ അല്ലാ. ഈ സദസ്സ് മുഴുവൻ കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ. പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഹജ്ജും ഉംറയും ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഈ സദസ്സിലേക്ക് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത് ആരെല്ലാമാണെന്ന് നിനക്കറിയാം. ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിനക്കതറിയുന്നവനാണല്ലോ അല്ലാ. ചൊല്ലിയ സ്വലാത്തുകളെല്ലാം സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, യാ റബ്ബനാ, ഞങ്ങളുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ. آمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ റാലിയുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാവരും മിഠായിയൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ എന്താ ഭക്ഷണത്തിലേക്ക് ഹദിയ ചെയ്യുക, നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ആളുകളിലേക്കൊക്കെ ഹദിയ ചെയ്യുക. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റണത് പോലെ ഇനി കയ്യിലൊന്നുമില്ലേ, സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക, നമ്മുടെ കുടുംബത്തിലേക്ക് വിശാലത ചെയ്യുക, മുത്തുനബിയെ സന്തോഷിപ്പിക്കാനുള്ള പണികളൊക്കെ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. ഏവർക്കും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ഒരു നബിദിനാശംസ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.